Hello guys, welcome to my YouTube channel. This is my first vlog. I don't know how it's gonna be. Anyways, first vlog തന്നെ ഒരു ബീച്ച് ട്രിപ്പിൽ നിന്ന് തുടങ്ങിയാലോ. ഏതൊരു ട്രിപ്പാണെങ്കിലും അതിലൊരു ഇമ്പോർട്ടൻറ്റ് പാർട്ടാണല്ലോ ഫുഡും. ഇന്ന് നമ്മളിവിടെ പ്ലാൻ ചെയ്തേക്കുന്നത് നല്ലൊരു ചിക്കൻ ബാർബിക്യൂ, ചിക്കൻ മലായി ടിക്ക. അത് സ്പെഷ്യലി കിഡ്സിന് ഉദ്ദേശിച്ച് മാത്രമായിരുന്നു കേട്ടോ. അതധികം ക്വാണ്ടിറ്റി ഉണ്ടാക്കിയിരുന്നില്ല, കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടാക്കിയുള്ളൂ. പിന്നെ കുറച്ച് സ്വീറ്റ് കോണും ഗാർലിക് ബ്രെഡും ഗാർലിക് നാനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ ചിക്കൻ മലായി ടിക്കയുടെ റെസിപ്പി ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ഷെയർ ചെയ്യാം കേട്ടോ. അത് അത്യാവശ്യം എല്ലാവർക്കും നല്ലോണം ഇഷ്ടമായ റെസിപ്പിയാണ്. ഇത്തവണത്തെ ചിക്കൻ മാരിനേഷൻ എൻ്റെ ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ്. ഇതുവരെ പരീക്ഷിച്ചിട്ട് ഫ്ലോപ്പ് ആവാത്തൊരു റെസിപ്പിയാണ്. ഫ്ലോപ്പ് ആയിട്ടില്ല എന്ന് മാത്രമല്ല, എല്ലാവർക്കും നല്ല ഇഷ്ടമായ ഒരു റെസിപ്പി കൂടിയാണ് കേട്ടോ. ഈ കുക്ക് ചെയ്യുന്ന കാണുമ്പോൾ എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും, എന്താ ഇപ്പോൾ ഞാൻ ഉണ്ടാക്കണമെന്ന്. ഇത് മാരിനേഷനാണോ? കുറച്ച് ടൈം കുക്ക് ചെയ്യാൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അടിപൊളി ഫ്ലോപ്പ് ആവാത്തൊരു മാരിനേഷൻ ഉണ്ടാക്കാം. സിമ്പിളായിട്ടുള്ളൊരു മാരിനേഷൻ റെസിപ്പി ആട്ടോ. അതിനാദ്യം ചൂടായ പാനിലോട്ട് കുറച്ച് ബട്ടറും പിന്നെ ഒരു 2 കിലോ ചിക്കന് 1 സവാളയും 2 തക്കാളിയും എടുത്തിട്ടുണ്ട്. അത് നന്നായി സോട്ട് ചെയ്യുക. ഒരു ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡ് ആകുമ്പോൾ അതിലോട്ട് 2 ടേബിൾ സ്പൂൺ ഗരം മസാലയും 3 ടേബിൾ സ്പൂൺ ചിക്കൻ മസാലയും ഒരു 3 ഏലക്കയും സോക്ക് ചെയ്ത് വെച്ചിരുന്ന റെഡ് ചില്ലി കാഷ്യൂനട്ടും അതുപോലെ സോക്ക് ചെയ്ത് കുറച്ച് വെള്ളവും ചിക്കൻ സ്റ്റോക്ക് ക്യൂബും 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും 1 ടേബിൾ സ്പൂൺ കസൂരി മേത്തിയും ആഡ് ചെയ്ത് നന്നായി കവർ ചെയ്ത് വെച്ച് കുക്ക് ചെയ്തെടുക്കാം. നല്ലപോലെ കുക്കായിട്ട് നല്ല ബ്രൗണിഷ് ഷെയ്ഡ് ആകുമ്പോൾ നമുക്കിതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ആ ടൈം കൊണ്ട് നമുക്ക് ചിക്കനൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി വെള്ളം ഡ്രെയിൻ ചെയ്യാനായിട്ട് വയ്ക്കാം. എന്നിട്ട് നമ്മുടെ ഈ മസാല മിക്സ് നന്നായി ബ്ലെൻഡ് ചെയ്ത് ചിക്കനിൽ നന്നായി തേച്ച് പിടിപ്പിക്കാം. അതിൽ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് എന്ന് വെച്ചാൽ നമ്മുടെ ഫ്രഷ് ക്രീമാണ്. അറ്റ് ലാസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ട് കുറച്ച് ഫ്രഷ് ക്രീമും പിന്നെ ഒരു എക്സ്ട്രാ ഒരു ക്രിസ്പി ടെക്സ്ചറിന് വേണ്ടിയിട്ട് കുറച്ച് ചില്ലി ഫ്ലേക്സും കസൂരി മേത്തി കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റെസിപ്പി ഡിസ്ക്രിപ്ഷനിലുണ്ട്. അങ്ങനെ ചിക്കനൊക്കെ റെഡിയാക്കി പാക്ക് ചെയ്ത് എടുത്തു വെച്ചപ്പോഴത്തേനും ആണുങ്ങളെല്ലാവരും റെഡി ആയിട്ട് വന്നു. പിന്നെന്താ, അവർ വെയിറ്റ് ചെയ്യിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ നൈസായിട്ട് അവർ ഷോപ്പിങ്ങിന് പറഞ്ഞു കിട്ടും. കുറച്ച് സാധനങ്ങൾ കൂടെ മേടിക്കാനുണ്ടായിരുന്നു. പ്ലേറ്റ്, പിന്നെ ഇൻസ്റ്റൻറ്റ് BBQ ഗ്രില്ല്, അങ്ങനെ കുറച്ച് സാധനങ്ങളുണ്ടായിരുന്നു. അവർ ഷോപ്പിങ്ങിന് പോയി വന്ന സമയം കൊണ്ട് ഞങ്ങൾ ലേഡീസ് എല്ലാവരും റെഡിയായി. അതുപോലെ പിള്ളേരെയും റെഡിയാക്കി സാധനങ്ങളെല്ലാം പാക്ക് ചെയ്തിട്ടും അവരെത്തിയിട്ടില്ല കേട്ടോ. അങ്ങനെ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് ഏകദേശം ഒരു 4 മണി കഴിഞ്ഞു വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ. പിന്നെ ഒന്നിച്ചൊരു ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പോൾ എപ്പോഴും ഞങ്ങൾ മാച്ചിങ് ഔട്ട്ഫിറ്റ് ആവാൻ ശ്രദ്ധിക്കാറുണ്ട്. മാച്ചിങ് അല്ലെങ്കിലും സിമിലർ അറ്റ്ലീസ്റ്റ്. ഞങ്ങളിപ്പോൾ കറൻ്റ്ലി നിൽക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ കുറേ ടൂറിസ്റ്റ് അട്രാക്ഷൻസ് ഉള്ള സ്ഥലമാണ്. ഏത് ഡയറക്ഷനിലോട്ടും ഒരു ½ ആൻ അവർ ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ ബീച്ച് തന്നെയാണ്. അതും എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ബീച്ചസ് തന്നെ ആയിരിക്കും. ചിലപ്പോൾ ഇതുപോലെ ഫുള്ളി പെബിൾസ് ഉള്ള ബീച്ചസ് ആയിരിക്കും, ചിലപ്പോൾ സാൻഡ് ആയിരിക്കും, ചിലപ്പോൾ ക്ലിഫ്സ് ഉണ്ടാവും, മൗണ്ടെയ്ൻസ് ഉണ്ടാവും, കേവ്സ് ഉണ്ടാവും. അതുപോലെ കുറേ വെറൈറ്റീസ് ഓഫ് ബീച്ചസ് ഉണ്ട്. അതൊക്കെ നമുക്ക് അപ്കമിങ് വ്ളോഗ്സിലൊക്കെ ആയിട്ട് കാണാം. അങ്ങനെ എല്ലാവരും ബീച്ചിലൊക്കെ എത്തി. എല്ലാവരും ക്രിക്കറ്റൊക്കെ കളിക്കാനായിട്ടുള്ള ബോളും ബാറ്റൊക്കെ കൊണ്ടാണ് വന്നേക്കണേ കേട്ടോ. പിന്നെ വന്നപ്പോൾ തന്നെ കണ്ട കാഴ്ച വെച്ചാൽ കുറേ പേര് ഇതുപോലെ മീൻ പിടിക്കാനായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ UK മീൻ പിടിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്പെഷ്യൽ ലൈസൻസും കാര്യങ്ങളൊക്കെ ഗവൺമെൻറ്റിൽ നിന്ന് എടുക്കണം കേട്ടോ. ഇപ്പോൾ തൽക്കാലം അതൊന്നും നമ്മുടെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ക്രിക്കറ്റ് കളിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാം അല്ലേ. അതിൻ്റെ ഇടയിൽ എൻ്റെ മോള് പോയി കണ്ടുപിടിച്ചിട്ട് വന്ന കല്ലാണ് കേട്ടോ ഇത്. ഇതുപോലെ കുറേ ക്രിയേറ്റീവായിട്ടുള്ള ഡ്രോയിങ്സും പെയിൻറ്റിങ്സും ഒക്കെ നമുക്ക് അവിടെ പെബിൾസിൽ കാണാൻ പറ്റും. ഈ ക്രിയേറ്റിവിറ്റിയൊക്കെ ചെയ്തിട്ട് എല്ലാവരും അവിടെ ഉപേക്ഷിച്ചിട്ട് പോരാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഓരോ എടുക്കുന്ന പെബിളിനും നമ്മൾ ഫൈൻ അടയ്ക്കേണ്ടി വരും. എല്ലാവരും അങ്ങനെ ബോറടിച്ച് തുടങ്ങിയപ്പോൾ ഇതാ വീഡിയോക്കും ഫോട്ടോക്കൊക്കെ പോസ്റ്റ് ചെയ്യാൻ തുടങ്ങി. അതിൻ്റെ ഇടയിൽ കുറേ പേര് ഇതാ ഇതുപോലെ ബാറ്റും പൊക്കി പിടിച്ചിട്ട് വരും. പിന്നെ ഇതാ ആണുങ്ങളുടെയൊക്കെ വെറൈറ്റി പോസസും. എന്തായാലും ഫോട്ടോഷൂട്ട് പരിപാടികളൊക്കെ അവസാനിച്ചു. ഇനി എല്ലാവരും ബാർബിക്യൂ ചെയ്യാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. അങ്ങനെ പിക്നിക് മാറ്റൊക്കെ വിരിച്ച് സാധനങ്ങളെല്ലാം അറേഞ്ച് ചെയ്ത് വെച്ച് ഞങ്ങൾ നേരെ അവിടെ അടുത്തുള്ളൊരു ഐസ്ക്രീം പാർലറിലോട്ട് പോയി. ബീച്ചിൻ്റെ തൊട്ട് ബാക്കിൽ തന്നെയായിരുന്നു കേട്ടോ. അത് ക്ലോസ് ചെയ്യാനുള്ള ടൈം ആയതുകൊണ്ട് ക്ലോസ് ചെയ്യുന്നതിന് മുന്നേ തന്നെ എല്ലാവരും ഐസ്ക്രീമൊക്കെ വാങ്ങി ഞങ്ങൾ ചെറിയൊരു വാക്കിനൊക്കെ പോയി. നടക്കുന്ന വഴിയിലൊക്കെ നമുക്കിതുപോലെ കുട്ടി നല്ല കളർഫുൾ ഹൗസസ് കാണാം കേട്ടോ. ആക്ച്വലി ഇത് ഹൗസസ് അല്ല, ഒരു ചെറിയ സ്റ്റോറേജ് സ്പേസ് ആണ്. നോർമലി UK ഈ ഒരു ടൈമിൽ ഇത്ര നല്ല വെതർ ഉണ്ടാവലില്ല. ഇതെന്തോ പതിവില്ലാത്തതാണ്. എന്തായാലും കിട്ടിയ ചാൻസ് കളയണ്ട അല്ലേ. അങ്ങനെ എല്ലാവരും ഐസ്ക്രീമൊക്കെ കഴിച്ചു കഴിഞ്ഞു. ഇനി ബാർബിക്യൂ ഗ്രില്ല് സെറ്റ് ചെയ്തെടുക്കാം അല്ലേ.
ഇതിപ്പോൾ നമ്മൾ യൂസ് ചെയ്തേക്കുന്ന ഒരു ഇൻസ്റ്റൻറ്റ് ബാർബിക്യൂ ഗ്രില്ലാണ്. ശരിക്കും നല്ലൊരു കൺവീനിയൻ്റ് ആയിട്ടുള്ളൊരു ഓപ്ഷൻ തന്നെയാണ്. ഇപ്പോൾ ഗ്രില്ല് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ആകെ വേണ്ടത് ഗ്രില്ല് ചെയ്യാനുള്ള സാധനം ജസ്റ്റ് ഒരു ലൈറ്ററും ഈ ഗ്രില്ലും മാത്രം മതി. എനിക്ക് തോന്നുന്നു നാട്ടിൽ ഇതുപോലത്തെ ഓപ്ഷൻസൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഗ്രില്ലിങ് പരിപാടികളൊക്കെ ഒന്നുകൂടെ എളുപ്പമായാണ്. നാട്ടിൽ ഇനി ഇപ്പോൾ വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും നമ്മൾ ഗ്രില്ലൊക്കെ സെറ്റ് ചെയ്ത് പിള്ളേരുടെ വക അവർ ചുറ്റും ഒരു ബോർഡറൊക്കെ ഉണ്ടാക്കി തന്നു. അങ്ങനെ നമ്മുടെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ടിക്കയും അതുപോലെ സ്വീറ്റ് കോണും നമ്മൾ ഗ്രില്ല് ചെയ്യാനായിട്ട് വെച്ചു. പിന്നെ ഇടയ്ക്ക് ഇതുപോലെ ഡ്രൈ ആവാതെ ഇരിക്കാനായിട്ട് ഞാൻ ബട്ടർ വെച്ചിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഇങ്ങനെ വട്ടം കൂടി ഇരുന്ന് സംസാരിക്കുമ്പോൾ ഒരു പ്രത്യേക രസം തന്നെയല്ലേ. ഈ ഇരിക്കുന്നതിന് വേറൊരു ഉദ്ദേശം കൂടെയുണ്ട്. വെയിൽ പതുക്കെ പോയി തുടങ്ങിയപ്പോൾ നല്ല തണുപ്പായി തുടങ്ങി. അപ്പോൾ ചൂട് കൊള്ളാനും കൂടെയാണ് എല്ലാവരും ഗ്രില്ലിന് ചുറ്റും ഇരിക്കുന്നത്. ചിക്കൻ ആവുന്ന ടൈം കൊണ്ട് നമ്മൾ ഗെയിമൊക്കെ കളിച്ച് കുറച്ച് നേരം സംസാരിച്ചൊക്കെ ഇരുന്നു. അങ്ങനെ ചിക്കനൊക്കെ റെഡിയായി നമ്മൾ പ്ലേറ്റിലൊക്കെ സെർവ് ചെയ്ത് എല്ലാവരും വട്ടം കൂടിയിരുന്ന് കഴിച്ചു തുടങ്ങി. അങ്ങനെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചിട്ട് അവരുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് നമുക്ക് കേട്ടു നോക്കിയാലോ. യൂട്യൂബർ ഉള്ളത് പറയുകയാണെങ്കിൽ കൂടെ ഉള്ളവർ തന്നെ മതി എന്നെ ട്രോളാനും. അതുപോലെ എൻ്റെ ഏറ്റവും വലിയ മോട്ടിവേഷനും ഇവരൊക്കെ തന്നെയാട്ടോ. ശരിക്കും നമ്മൾ നാട് വിട്ട് വേറൊരു നാട്ടിൽ വന്ന് നിൽക്കുമ്പോഴാണ് നമുക്ക് ഓരോ റിലേഷൻ്റെയും വാല്യൂസ് മനസ്സിലാവാം അല്ലേ. സ്പെഷ്യലി ഇടയ്ക്കൊക്കെ ഫാമിലിയൊക്കെ ഒന്ന് മിസ് ചെയ്തിരിക്കുമ്പോൾ ഇതുപോലെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ നല്ല ഹെൽപ്ഫുള്ളായിരിക്കും അല്ലേ. ടൈം പോണതേ അറിയില്ല. അങ്ങനെ ഈ ഒരു ദിവസം ഓർത്തിരിക്കാൻ പറ്റുന്ന ഒരുപാട് നല്ല മെമ്മറീസും കൊണ്ടാണ് ഞാൻ വീട്ടിലോട്ട് തിരിച്ചു പോകുന്നത് കേട്ടോ. ഗായ്സ്, അങ്ങനെ നമ്മുടെ ഫസ്റ്റ് വ്ളോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തെങ്കിലും മിസ്റ്റേക്കൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിച്ചേക്കണേ. അതാകുമ്പോൾ നെക്സ്റ്റ് ടൈം അത് കറക്റ്റ് ചെയ്യാലോ. അപ്പോൾ ബൈ ഗായ്സ്, and thank you for watching my first vlog. Take care, bye. ഇവിടെയൊക്കെ നല്ലായിരുന്നു തോന്നുന്നു, വലിയ ആഴം തോന്നുന്നത്.